സോ ഒരിക്കലും ഈ ഒരു പോയിന്റിൽ നമുക്ക് എൻട്രി പോയിന്റ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 52, 47 എന്ന് പറയുന്ന റേഞ്ചിൽ വാങ്ങിക്കാൻ പറഞ്ഞത്. ഇവിടുന്ന് ഇത്രയും ദൂരം വന്നതുകൊണ്ട് മാർക്കറ്റിന് കാര്യമായിട്ടുള്ള ഒരു റീടെസ്റ്റ് തരാൻ, അതായത് നല്ല രീതിയിലൊരു പുൾ ബാക്ക് തരാനായിട്ടുള്ള റീസണുകളും കാരണങ്ങളും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ന്യൂസ് മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് ട്രിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു വീക്ക്ലി ചാർട്ടിൽ ഈ പറയുന്ന പോലെ ഒന്ന് നല്ല രീതിയിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 52, 47K റേഞ്ച് ആയിരിക്കും. അതായിരിക്കും മാർക്കറ്റിലെ ഈ ഒരു ബുൾ മാർക്കറ്റിന് മുമ്പുള്ള ഓൾമോസ്റ്റ് ഫൈനൽ ബോട്ടം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ എനിക്ക് നിങ്ങളടുത്ത് ഒരിക്കലും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് വാങ്ങിക്കാൻ പറയാൻ പറ്റത്തില്ല. സോ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു റീടെസ്റ്റ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ സിനാരിയോയിൽ ലോങ് ടേമിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് പാനിക് ബൈയിങ് ആണ്. എത്ര വേണമെങ്കിലും ചെയ്യാം. സോ 52, 47 നിങ്ങൾക്ക് ലോങ് ടൈമിലോട്ട് ഒരു ലിവറേജ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കൊരു ലിവറേജ് ട്രേഡ് ഓപ്പൺ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ബൈ ചെയ്യാം.